ഹായ്, സൈലം PSC യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് ഫേസ് എക്സാമിൻ്റെ മലയാളമാണ്. കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് ഫേസിനേക്കാളും മലയാളം ഈസി ആയിരുന്നു. എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. 8, 9, 10 മാർക്കിലേക്ക് ഉദ്യോഗാർത്ഥിയെ എത്തിക്കുന്ന അത്ര കണ്ട് പ്രയാസമൊന്നും അല്ലാത്ത ക്ലാസ് മുറികളിലൊക്കെ പഠിച്ച കണ്ടൻറ്റും എല്ലാം കൂടി വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇന്ന്. അലംഘനീയം എന്ന പദത്തിൻ്റെ ഒറ്റപ്പദം എന്താണ്? അതായത് ഒറ്റപ്പദം അലംഘനീയമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ രണ്ട് രീതിയിൽ ഒറ്റപ്പദം ചോദിക്കും അല്ലേ? ഒരാശയം തന്നിട്ട് അതിൻ്റെ ഒറ്റപ്പദവും ചോദിക്കും, ഒറ്റപ്പദത്തിൻ്റെ ആശയവും ചോദിക്കും. ഇവിടെ അലംഘനീയം എന്ന ഒറ്റപ്പദം തന്നിട്ട് അതിൻ്റെ ആശയവുമാണ് ചോദിച്ചിരിക്കുന്നത്. ലംഘിക്കാനാകാത്തത്, ലംഘിക്കാവുന്നത്, ലംഘിച്ചിരിക്കേണ്ടത്, ലംഘിക്കപ്പെട്ടത്. നമുക്കറിയാം, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണത്. അതായത് നമുക്ക് എന്തു പറയാം? യെസ്, ആൻസർ ഇതാണ്. ലംഘിക്കാനാവാത്തത്, നമ്മൾ പറയില്ലേ അലംഘനീയമായത്, ലംഘിക്കാനേ പറ്റാത്തത്. പോൾ ടെസ്റ്റിലൂടെയും ക്ലാസ് മുറിയിലെ നോട്ടിലൂടെയും ഒക്കെ പഠിച്ചൊരു പദമാണ്. ഇനി കൂട്ടത്തിൽ പെടാത്തത്, എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചേറ്റിൽ കാൽകുത്തിയാൽ ചോറ്റിൽ കൈകുത്താം അല്ലേ? എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം, കൈയാടിയാലേ വായാടൂ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആഴത്തിലുഴുതാൽ 10 നിറയും. അതെ, ഇറങ്ങി അധ്വാനിച്ചാൽ 10 നിറയും. അപ്പോൾ 3, മുതലക്കുഞ്ഞിന് നീന്തൽ പഠിപ്പിക്കേണ്ട, പരിശ്രമശാലിക്ക് പർവ്വതവും ഒരു കളിമൺകട്ട. നമുക്ക് നന്നായിട്ട് പറയാം. ഓപ്ഷൻ മുതലക്കുഞ്ഞിന് നീന്തൽ പഠിപ്പിക്കേണ്ട, അതായത് അണ്ണാൻ കുഞ്ഞിനെ മരം കയറ്റം പഠിപ്പിക്കേണ്ട എന്നൊരു ചൊല്ലുണ്ട്. സഹജ ഗുണം. ഇതിൽ വരുന്ന എന്താണ്? സഹജ ഗുണം. ബാക്കി 3 എന്താണെന്നറിയാമോ? ബാക്കി 3 എന്താ? കഠിനാധ്വാനത്തിൻ്റെ മഹത്വം. എന്താണ്? കഠിനാധ്വാനത്തിൻ്റെ മഹത്വമാണ് ബാക്കി 3 വരുന്നത്. കഠിനാധ്വാനത്തിൻ്റെ മഹത്വം അല്ലേ? ബാക്കി 3 ഓപ്ഷൻസും കഠിനാധ്വാനത്തിൻ്റെ മഹത്വമാണ്. മുതലക്കുഞ്ഞിന് നീന്തൽ പഠിപ്പിക്കേണ്ടെന്നത് സഹജ ഗുണമാണ്. മുതലക്കുഞ്ഞിന് നീന്താൻ അറിയാം. അണ്ണാനെ മരം കയറ്റം പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞതുപോലെ മുതലക്കുഞ്ഞിന് നീന്തൽ പഠിപ്പിക്കേണ്ട എന്ന് പറയുന്നത് എന്താണ്? ആ മുതലയുടെ സഹജ ഗുണം. നീരദം എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം വെള്ള നിറമുള്ളത്, വെള്ളമില്ലാത്തത്, വെള്ളി, മേഘം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജലം എന്ന പദത്തിനോടൊപ്പം, ജലത്തിൻ്റെ പര്യായത്തോടൊപ്പം ദം ബിരിയാണിയുടെ ദം ചേർത്താൽ മേഘം. എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു. ദം ദം മേഘം, ജം ജം താമര, ധീ ധീ സമുദ്രം അല്ലേ? വെള്ളത്തിൻ്റെ ഒപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ദം ദം മേഘമെന്ന്. നീരദം, വാരിദം, ജലദം, അമ്പുദം, അബ്ദം, പയോദം ഒക്കെ പഠിച്ചതാണ്. നീരജം, വാരിജം, ജലജം, അംബുജം, അബ്ജം ഒക്കെ താമരയാണ്. ജലധി, വാരിധി, പയോധി, ധി വന്നാൽ സമുദ്രമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ പര്യായത്തോടൊപ്പം ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. സോ ഓപ്ഷൻ ഡി ആണ്. 93 ഓപ്ഷൻ ഡി. ഒന്നുകൂടെ, 91 ഓപ്ഷൻ എ ആണ്. 92 ഓപ്ഷൻ സി ആണ്. 93 ഓപ്ഷൻ ഡി ആണ്. 94 ഏറ്റവും ശരിയായ വാക്യമേത്? ഒരു ദശാബ്ദമായി തുടർന്നു പോരുന്ന ഈ സമ്പ്രദായം, ഒരു ദശാബ്ദമായി തുടരുന്ന ഈ സമ്പ്രദായം, ഒരു ദശാബ്ദകാലമായി തുടർന്നു പോരുന്ന ഈ സമ്പ്രദായം, ഒരു ദശാബ്ദമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ സമ്പ്രദായം. തുടരുക എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് എന്നുള്ളൊരു അർത്ഥമാണ് അല്ലേ? അപ്പം ദശാബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? 10 വർഷക്കാലമാണ്. 10 വർഷക്കാലത്തിന് പറയുന്ന പേരാണ് ഒരു ദശാബ്ദം. പിന്നെ നമുക്ക് കാലത്തിൻ്റെ ആവശ്യം ഇല്ല. സോ ഇത് ഓപ്ഷൻ ബി തന്നെയാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ള വാക്യം. ഒരു ദശാബ്ദമായി തുടരുന്ന ഈ സമ്പ്രദായം, ഒരു ദശാബ്ദമായി തുടർന്നുകൊണ്ട് 10 വർഷമായി തുടരുന്ന എന്ന് പോലെ. 10 വർഷക്കാലം എന്ന് എന്തിനാണ് പറയുന്നത്? വർഷം എന്ന് പറയുന്നത് തന്നെ കാലത്തിൻ്റെ ഒരു അളവാണ്. അപ്പോൾ പിന്നെ 10 വർഷമായി തുടരുന്നു, 5 വർഷമായി തുടരുന്നു എന്ന് മതിയല്ലോ. അപ്പോൾ ഒരു ദശാബ്ദമായി തുടരുന്ന ഈ സമ്പ്രദായം. 94 ഓപ്ഷൻ ബി. 95 യുവർ പ്രസൻസ് ഈസ് റിക്വസ്റ്റഡ് അറ്റ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ്. ഒരു
ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും പല രീതിയിലാണ് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ വർക്കൗട്ട് ആയിട്ടുള്ളത്. വാർഷിക പൊതുയോഗത്തിൽ നിങ്ങളുടെ സാന്നിധ്യം അഭ്യർത്ഥിക്കുന്നു എന്ന് മതി. അവിടെ ഒരു അഭ്യർത്ഥിക്കപ്പെടൽ ഒരു തെറ്റാണ്, പക്ഷെ എങ്കിലും മേ ബി വരാനൊരു നേരിയ ചാൻസ് കാണുന്നുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം വാർഷിക പൊതുയോഗത്തിൽ അപേക്ഷിക്കപ്പെടുന്നു എന്ന് പറയത്തില്ല, അപേക്ഷിക്കുന്നു എന്ന് വേണമെങ്കിൽ റിക്വസ്റ്റഡ് ആയിട്ട് പറയാം. താങ്കളുടെ സാന്നിധ്യം വാർഷിക പൊതുയോഗത്തിൽ ആവശ്യപ്പെട്ടു കൊള്ളുന്നു. ഡിമാൻഡഡ് എന്നിവിടെ പറയുന്നില്ല, ആവശ്യപ്പെടുന്നു എന്നുള്ളതിന്. വാർഷിക പൊതുയോഗത്തിന് നിങ്ങളെ ക്ഷണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളത്. സോ എ ഓർ ഡി, കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല, ഒരു 60-70% ഡി സാധ്യത കൊടുക്കാം. അതോടൊപ്പം വാർഷിക പൊതുയോഗത്തിൽ നിങ്ങളുടെ സാന്നിധ്യം അഭ്യർത്ഥിക്കുന്നു എന്ന് മതി അവിടെ. അതുകൊണ്ട് എയും ഈ അഭ്യർത്ഥിക്കപ്പെടുന്നു ഒരു പ്രശ്നമാണ്. പക്ഷേ യുവർ പ്രസൻസ് ഈസ് റിക്വസ്റ്റഡ് എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം എന്ത് ചെയ്യുന്നു, അപേക്ഷിക്കപ്പെടുന്നു എന്നൊരു പദം വേണ്ട. നിങ്ങളുടെ സാന്നിധ്യം വാർഷിക പൊതുയോഗത്തിന് അപേക്ഷിക്കപ്പെടുന്നു, റിക്വസ്റ്റഡ് അഭ്യർത്ഥിക്കുന്നു എന്നുള്ളൊരർത്ഥമാണ്. രണ്ടിടത്തും ആ പെടുന്നു വേണ്ട, അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ഫോമായിട്ടുള്ള ഡിക്കാണ് കൂടുതൽ പൊസിഷനുള്ളത്. സോ നമുക്ക് കീ വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. ഇത് വാർഷിക പൊതുയോഗത്തിന് നിങ്ങളെ ക്ഷണിക്കുന്നു, പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. അത് പറയുമ്പോൾ യു ആർ ഇൻവൈറ്റഡ് എന്ന് മതി. യു ആർ ഇൻവൈറ്റഡ് അറ്റ് ദ ജനറൽ മീറ്റിംഗ്, ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം എന്നത് വരുന്നുണ്ട് എ ഓർ ഡി എന്നതിലേക്ക് എത്തിച്ചേരാം. അടുത്തത് ചുവടെ പറയുന്നതിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നുള്ളതാണ് 96. അപ്പം ഞാനിവിടെ 95 എ ഓർ ഡി ആണ് ഇട്ടിരിക്കുന്നത്. 96 ചുവടെ പറയുന്നതിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. വിദ്വാൻ വിദ്വാനി, ലേഖകൻ ലേഖകി, വഞ്ചകൻ. അപ്പം നമുക്കറിയാം വിദ്വാൻ എന്താണ്, വിദുഷിയാണ്. സോ ഇത് തെറ്റാണ് അല്ലേ? യെസ്. ലേഖകൻ നമ്മൾ പഠിച്ചു, ലേഖിക, ലേഖി പഠിച്ചതാണ്, ഈ മാരത്തോണിൽ പോലും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. വഞ്ചകൻ വഞ്ചകിയാണ്. യശസ് യശസ്വി, അല്ലെങ്കിൽ തന്നെ 3 ശരിയായിട്ട് വരുന്നതാ ഇതിലാണ്. അപ്പം 3ഉം 4ഉം ശരിയാണ്. 2 എന്തായാലും തെറ്റാണ്. അപ്പം നമ്മൾ എന്തെടുക്കും, സി എടുക്കും. 96 ഓപ്ഷൻ സി എടുക്കാം. 97 പോരുമ്പോൾ കൂട്ടത്തിൽ ചേരാത്ത പദമേത്? വൈദ്യർ പൂജകമാണ്, ഭാഗവതർ പൂജകമാണ്, അപ്പോൾ ജ്യോത്സ്യർ പൂജകമാണ്, അധ്യാപകർ മാത്രം അലിംഗമാണ്. സോ 97 ഓപ്ഷൻ സി എടുക്കാം. 97 ഓപ്ഷൻ സി. 98 ആഖ്യാനഭേദം. ആഖ്യാനം ചെയ്യുക, പറയുക. കഥാഖ്യാനം എന്ന് പറയില്ലേ, ആഖ്യാനത്തിന് പറയുക. അപ്പോൾ ആഖ്യാതവും ഭേദവും അല്ല, പറച്ചിലും വ്യത്യാസവും വരില്ല. ആഖ്യാതത്തിൻ്റെ ഭേദം, അതെ, പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലുള്ള ഭേദം എന്നുള്ള അർത്ഥത്തിൽ ആഖ്യാനത്തിൻ്റെ ഭേദം കൊടുക്കാം. 98 ആഖ്യാനത്തിൻ്റെ ഭേദം. ആഖ്യാനമാകുന്ന ഭേദമല്ല. ആഖ്യാനം ചെയ്യുക, വിവരിക്കുക. നമ്മൾ ആഖ്യാനം ചെയ്യുക, വിവരിക്കുകയാണ്. ആഖ്യാനത്തിൻ്റെ അഭേദമൊന്നും എന്തായാലും വരില്ല. അപ്പോൾ ആഖ്യാനഭേദം ആഖ്യാനത്തിൻ്റെ ഭേദമാണ്. 98 ബി. 99 അമ്പ് എന്ന വാക്കിൻ്റെ സമാനാർത്ഥം ഉൾക്കൊള്ളാത്ത പദമേത്? 99 വിശിഖം, പത്രി, ആശുകം, തുണീരം. തുണീരമെന്നും തുണീരമെന്നും പറയും നമ്മൾ. തുണീരം പറയുകയാണെങ്കിൽ വിശിഖം അമ്പാണ്, പത്രിക്ക് പക്ഷി എന്നും അമ്പെന്നും അർത്ഥമുണ്ട്. അപ്പം നമുക്ക് അത് പത്രയും അമ്പ് തന്നെ കൊടുക്കാം. ആശുകവും അമ്പ് തന്നെയാണ്. എന്നാൽ തുണീരം, ആവനാഴിയില്ലേ, ആവനാഴി, അമ്പിട്ട് വയ്ക്കുന്ന ഉറയില്ലേ, അമ്പുറ, അതിനാണ് എന്ത് പറയുന്നത്, ആവനാഴി എന്ന് പറയുന്നത്. അപ്പോൾ സമാനാർത്ഥം വരാത്തത് ഇവിടെ ഓപ്ഷൻ ഡി ആണ്. 99 ഡി. ഇനി 100 മരത്തെ എന്ന പദം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആദേശ സന്ധിയിൽ പഠിച്ചതാണ്. എന്താണ് ആദേശത്തിൽ നമ്മൾ പഠിച്ചത്? ഒരു പദം പിരിച്ചെഴുതുമ്പോൾ പൂർവ്വപദത്തിൻ്റെ അവസാനം അനുസ്വാരവും ഉത്തരപദത്തിൻ്റെ ആദ്യം ഏതെങ്കിലും ഒരു വിഭക്തി പ്രത്യയവും വരുവാണെങ്കിൽ എന്ത് വരുമെന്ന്, മരത്തിൽ, മരത്തോട്, മരത്താൽ, മരത്തെ ഒക്കെ വരുമ്പോൾ അനുസ്വാരം അങ്ങ് പോകുകയും പകരം ഇത്താദേശം ചെയ്യുകയും ചെയ്യുമെന്ന്. അപ്പം മരം പ്ലസ് എ ആണ് മരത്തെ 100 എ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു പറയാം. ഓക്കെ, 91 എ ആണ്, 92 സി ആണ്, 93 ഡി ആണ്, 94 ബി ആണ്, 95ൻ്റെ കാര്യത്തിലാണ് ചെറിയൊരു ഡൗട്ട് പറഞ്ഞത്. എ ഓർ ഡി നമുക്ക് പറയാം. അടുത്തത് 96 വരുമ്പോഴത്തേക്ക് 96 വരുമ്പോൾ സി ആണ്. 97 വന്നിട്ട് സി ആണ്. 96ഉം 97ഉം സി ആണ്. 98 ബി, 99 ഡി ആണ്, 100
എ ആണ്. ഓക്കെ, താങ്ക് യു.